എന്നവസാനിക്കുമെന്ന ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഗാസയിലെ യുദ്ധത്തിന് 15 മാസത്തിന് ശേഷം വിരാമമാകുന്നു. വെടിനിർത്തലിനും ബന്ദികളെ വിട്ടയക്കാനും ഇസ്രയേലും ഹമാസും തമ്മിൽ ധാരണയായിരിക്കുകയാണ്. വെടിനിർത്തൽ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നാണ് സമാധാന ശ്രമത്തിന് ശേഷം മുഖ്യ മധ്യസ്ഥത വഹിച്ച രാജ്യമായ ഖത്തറിന്റെ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നത്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കരാർ വിവരം പ്രഖ്യാപിച്ചതെങ്കിലും പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ രൂപരേഖയാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ നടത്തിയ മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിലാണ് ഇത് ഫലം കണ്ടിരിക്കുന്നത്. 3 ഘട്ടമായി നീളുന്നതാണ് വെടിനിർത്തൽ കരാർ. 6 ആഴ്ച നീളുന്ന ഒന്നാം ഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. പകരമായി 1000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും. വെടിനിർത്തല് പ്രാബല്യത്തിലാകുന്നതോടെ ഇസ്രയേൽ സൈന്യം ഗാസയിലെ ജനസാന്ദ്രതയേറിയ മേഖലയിൽ നിന്ന് കിഴക്കൻ ഭാഗത്തെ ബഫർ സോണിലേക്ക് മാറുന്നതായിരിക്കും. ഇതിന്റെ അർത്ഥം ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ്. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അപ്പാടെ വിട്ടുകൊടുത്ത ചരിത്രം ഇസ്രയേലിനില്ല. ഗാസയിലേക്ക് ഭക്ഷണം, ഇന്ധനം, മറ്റനുബന്ധ വസ്തുക്കൾ തുടങ്ങിയവ ഉടൻ എത്തിക്കുമെന്നാണ് കരാറിലെ മറ്റൊരു തീരുമാനം. മാനുഷിക വീക്ഷണത്തിൽ നോക്കുമ്പോൾ കരാറിലെ ഏറ്റവും സ്വാഗതാർഹമായ തീരുമാനം ഇത് തന്നെയാണ്. യുദ്ധഭൂമിയിലെ ഒട്ടേറെ പലസ്തീനികൾ ഭക്ഷണവും മരുന്നുകളും ലഭിക്കാതെ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം ഇതുവരെ 46,707 പേരുടെ ജീവനാണ് കവർന്നെടുത്തത് എന്നതാണ് ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ 17,492 പേർ കുട്ടികളാണ്. ഏതു യുദ്ധത്തിലും എല്ലാ തോൽവികളും ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയാറുണ്ടല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 1 ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും 19 ലക്ഷം പേർക്ക് ജന്മസ്ഥലം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിയും വന്നു. അമേരിക്കൻ നയതന്ത്രത്തിന്റെയും പിന്നാമ്പുറ ചർച്ചകളുടെയും ഫലമായിട്ടാണ് സമാധാന കരാർ എന്നാണ് ബൈഡൻ വ്യക്തമാക്കിയിട്ടുള്ളതെങ്കിലും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് നേടിയ വലിയ വിജയമാണ് ഗാസ യുദ്ധം സമാപിക്കുന്നതിലേക്ക് നയിച്ചതെന്നത് വ്യക്തമാണ്. ഗാസ യുദ്ധം അവസാനിപ്പിച്ച പ്രസിഡന്റ് എന്ന ബഹുമതി ചരിത്രം ചാർത്തുന്നത് ബൈഡൻ ആയിരിക്കും. അവസാന നിമിഷം അതിന് ബൈഡൻ തുനിഞ്ഞത് യുദ്ധവും മനുഷ്യ ദുരിതവും അവസാനിക്കുന്നു എന്ന് കണക്കാക്കുമ്പോൾ അഭിനന്ദനീയം തന്നെയാണ്. അമേരിക്ക മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആദ്യ 3 മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേൽ കടന്നു കയറി ഹമാസ് നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണമാണ് യുദ്ധത്തിനിടയാക്കിയത്. കര, വ്യോമ, കടൽ മാർഗം ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് അംഗങ്ങൾ 1200-ഓളം പേരെയാണ് കൊന്നൊടുക്കിയത്. 251-ഓളം പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അടിച്ചാൽ തിരിച്ചടിക്കുന്ന രാജ്യമാണല്ലോ ഇസ്രയേൽ. 360 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗാസയിൽ 23 ലക്ഷം പേരാണ് അധിവസിച്ചിരുന്നത്. ഈ നഗരത്തിൽ ഇസ്രയേൽ വിതച്ച നാശം വിവരണാതീതമാണ്. ഒന്ന് പ്രതിരോധിക്കാൻ പോലുമാകാതെ ഗാസ ജനത അനുഭവിച്ച യാതന വാക്കുകൾക്ക് അതീതമാണ്. പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിർത്താനും ഗാസയിലെ ഏറ്റുമുട്ടലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഗാസയുടെ ഭാവി, ഗാസ ആര് ഭരിക്കും തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ചർച്ചകളിലൂടെ എല്ലാം പരിഹരിക്കാനാകട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയൂ.